പാർലമെന്റ് മാത്രം പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇന്നത്തെ വിഷയം എന്താണ്? പാർലമെന്റ് പിരിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർലമെന്റ്, നിങ്ങളെല്ലാം പാർലമെന്റ് ഉണ്ടാവും, ഇവിടെ ഡൽഹിയിൽ നിൽക്കുന്നവരില്ലേ കുറേ കാലമായിട്ട്. ഏതെങ്കിലും പാർലമെന്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ സ്പീക്കർ വന്ന ഉടനെ വന്ദേ മാതരം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം റെഫറൻസ് ഉണ്ടാവും, ആദ്യം പേപ്പറിലേ ഉണ്ടാവും, അത് കഴിഞ്ഞ് റെഫറൻസ് ഉണ്ടാവും, വന്ദേ മാതരം. അപ്പോൾ അപൂർവങ്ങളായിട്ടുള്ള സംഭവമായിട്ടാണ് അത് കാണേണ്ടത്. മണ്ഡല പുനർനിർണയ ബില്ലേ അത് പല രൂപത്തിൽ അവർ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു, മുന്നിലൂടെയും പിന്നിലൂടെയും. അത് നടപ്പായില്ല. നിങ്ങളെ അതുകൊണ്ടാണ് ഞാൻ പറയും, ഈ സമ്മേളനം എന്ന് പറഞ്ഞാൽ, ഈ പാർലമെൻറ്റ് സമ്മേളനം എന്ന് പറഞ്ഞാൽ മൊത്തം ഹിഡൻ അജണ്ടയെയും തോൽപ്പിച്ച സമ്മേളനമായിരുന്നു. രാജ്യം കണ്ട ഒരു സമ്മേളനമായിരുന്നു ഈ സമ്മേളനം. കഴിഞ്ഞ സമ്മേളനത്തിലും കണ്ടു, മണ്ഡല പുനർനിർണയ ബില്ലുമായിട്ട് വന്നു, സുഖമായിട്ട് തോൽപ്പിച്ചു കൊടുത്തു. ഇപ്രാവശ്യം എല്ലായിടത്തും ഉണ്ടാവും, എല്ലാ ദിവസവും നാളെ കൊണ്ടുവരും, മറ്റന്നാൾ കൊണ്ടുവരും. 356 ഞങ്ങൾക്ക്, 368 ഞങ്ങൾക്ക്. ഈ ബില്ലിപ്പം പാസ്സാവും, ഭരണഘടനാ ഭേദഗതി ബില്ല്. ഒരു 356 ആയിട്ടില്ല. ഈ ഭേദഗതി ബില്ല് അവർക്ക് പാസ്സാക്കാൻ കഴിയില്ല. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ബില്ലാണ് ഈ ബില്ല്, ഡീലിമിറ്റേഷൻ. ഞങ്ങൾ ഡീലിമിറ്റേഷനല്ല എതിർക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, അശാസ്ത്രീയമായിട്ടുള്ള രീതികൾ, ഭരണഘടനാ അധികാരങ്ങളെ കവർന്നെടുക്കാനുള്ള പരിശ്രമം അവിടെയും. സംസ്ഥാനങ്ങൾക്കിടെ സീറ്റിൻ്റെ പരിധി നിശ്ചയിക്കാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റി ഡീലിമിറ്റേഷൻ കമ്മിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി എതിർക്കുന്നത്. എന്നിട്ട് എന്തെല്ലാം നടന്നു പുകമറ, പലരും അവർക്ക് വോട്ട് ചെയ്യും, ഇതങ്ങ് പോവും. പക്ഷേ ഡീലിമിറ്റേഷൻ ബില്ലെന്ന് പറയുന്നത് പറയാൻ പോലും ഈ പ്രാവശ്യത്തെ സഭയിൽ അവർക്ക് പറ്റിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ പറയുന്ന അടുത്ത സമ്മേളനത്തിൽ പാസ്സാക്കും. ഇതവർ 3 കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കും. ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ഉള്ളതാണോ? അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അറിഞ്ഞത്, ഞാൻ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഞാൻ പാർലമെൻറ്റ് ലോബിയിൽ നിന്ന് അറിഞ്ഞത്, അവർ സ്പീക്കറെ കാണാൻ പോകുമായിരുന്നു. കണ്ടപ്പോൾ ഇവരും കൂടി ഉണ്ടായപ്പോൾ എന്നുള്ള 2 മിനിറ്റ് കൊണ്ട് അവർ ഇറങ്ങി പോവുകയും ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അവർ പ്രതിപക്ഷത്തിൻ്റെ അവർ ഇന്നലെ ഇന്നൊക്കെ അവരുടെ സ്റ്റാൻഡ് വളരെ ശക്തമായിരുന്നു. FCRAയിൽ വളരെ ശക്തമായിരുന്നു. ബാലു പ്രസംഗിക്കുകയും ചെയ്തു, ഇത് വിഡ്രോ ചെയ്യണമെന്ന് ബാലു പ്രസംഗിച്ചത്. ഡീലിമിറ്റേഷൻ ബില്ലിൻ്റെ കാര്യത്തിൽ അവർ ഇന്ന് തമിഴ്നാട് അസംബ്ലിയിൽ വിജയ് കൊണ്ടുവന്ന, നമ്മുടെ മുഖ്യമന്ത്രി കൊണ്ടുവന്ന പ്രമേയത്തെ, ആ പ്രമേയം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആ പ്രമേയം എന്താണ്? 543 സീറ്റ് നിജപ്പെടുത്തി അതിൽ വനിതാ സംവരണം ഏർപ്പെടുത്തണമെന്നാണ്. അതിന് DMK സപ്പോർട്ട് ചെയ്തല്ലോ. പിന്നെ ഇതിനെ അവരെ സംശയിക്കേണ്ട കാര്യം നമുക്ക് ഇതിനകത്ത്. ഇത് അവർക്ക് ഏറ്റവും പ്രയാസം ഉണ്ടായത് തമിഴ്നാട് അസംബ്ലിയിലത്തെ. തമിഴ്നാട് അസംബ്ലി യുനാനിമസ് റെസൊല്യൂഷൻ അവർ തയ്യാറായില്ലേ? അപ്പോൾ അതുകൊണ്ട് DMK ഒന്നും ഞങ്ങളിപ്പോൾ സംശയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒരു കാര്യം കൂടി, ആലപ്പുഴ ജില്ലയിലാണ് ഈ കരിമണ്ണ് സ്വാഭാവികമായിട്ട് താങ്കളുടെ മണ്ഡലം കൂടിയാണ്. ഇത്തരമൊരു സ്ഥലത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞങ്ങൾ സ്പീക്കറെ കണ്ട്, അത് കഴിഞ്ഞ് കിഷൻ റെഡ്ഡിയെയും കണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടണം, അല്ലെങ്കിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടണം, അല്ലെങ്കിൽ മിനിമം സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം. സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ കണക്കിലെടുക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആലപ്പുഴയുടെ മാത്രം പ്രശ്നമല്ല ഇത്. ഒരു സംസ്ഥാനത്തിലെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന പ്രശ്നമാണ്. സംസ്ഥാനത്തിന് നികുതി പിരിക്കാനുള്ള അവകാശത്തെ കവർന്നെടുക്കുന്ന പ്രശ്നമാണ്. മൈനിങ് ലീസിന് കൊടുക്കുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ ആ പൂർണ്ണമായ അധികാരം എടുത്തുകളയുന്ന പ്രശ്നമാണ്. ആലപ്പുഴ സ്വാഭാവികമായിട്ടും ഇതിൽ ബാധിക്കുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ശക്തമായ പ്രക്ഷോഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നിയമപരമായിട്ടും പോവും, രാഷ്ട്രീയമായിട്ടും പോവും. അടക്കമുള്ള നേതാക്കൾ ഈ RSSനോട് ശക്തമായിട്ടുള്ള നിലപാട് ദേശീയ തലത്തിൽ എടുക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഇന്നിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പാർലമെന്റ് മാത്രം പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇന്നത്തെ വിഷയം എന്താണ്? പാർലമെന്റ് പിരിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാർലമെന്റ്, നിങ്ങളെല്ലാം പാർലമെന്റ് ഉണ്ടാവും, ഇവിടെ ഡൽഹിയിൽ നിൽക്കുന്നവരില്ലേ കുറേ കാലമായിട്ട്. ഏതെങ്കിലും പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ സ്പീക്കർ വന്ന ഉടനെ വന്ദേ മാതരം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം റെഫറൻസ് ഉണ്ടാവും, ആദ്യം പേപ്പറിലേ ഉണ്ടാവും, അത് കഴിഞ്ഞ് റെഫറൻസ് ഉണ്ടാവും, വന്ദേ മാതരം. അപ്പോൾ അപൂർവങ്ങളായിട്ടുള്ള സംഭവമായിട്ടാണ് അത് കാണേണ്ടത്.